2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പലയും കാര്യങ്ങൾക്കായിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാം കാര്യം മരിച്ച് ഞാൻ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആരെയും നെൽപ്പാലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കുകളായതുകൊണ്ട് ഞാനായിട്ട് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ളും പൊട്ടി ഡ്രൈ ആയിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആയിട്ട് എനിക്ക് ഡെർമഡോക്കിൻ്റെ ലിപ് ബാം മേടിച്ചു കൊടുന്നു കേട്ടോ. അമ്മ മരിച്ച പിറ്റേ ദിവസം തന്നെ വ്ളോഗിങ് തുടങ്ങുന്നു, പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു. എന്താ ഇപ്പൊ കഥ? നമ്മുടെ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാഴ്ച മുമ്പാണ് ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയിലെ അച്ഛന്റെ അമ്മ മരണപ്പെടുന്നത്. അമ്മ മരിച്ച ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മകനും ഭാര്യയും വ്ളോഗിങ് തുടങ്ങി. പേരക്കുട്ടി പൊന്നൂസ് ആണെങ്കിൽ ഒരു പടി കൂടി കടന്ന് പ്രൊമോഷൻ വീഡിയോ വരെ ചെയ്തു. പൊന്നൂസിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് ഏറ്റവും വലിയ കോമഡി. അതിലേക്ക് വരാം. അതിനു മുമ്പ് അമ്മ മരിച്ച അടുത്ത ദിവസം തന്നെ മകനും ഭാര്യയും ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ ഹായ് ഒന്നും പറയണില്ല അല്ലേ? പറയാൻ പറ്റിയ സമയമല്ല. പക്ഷെ നമുക്ക് നാളോട്ട് നോർമലി നമ്മളെ വീഡിയോ ഇടാൻ പറ്റണം. പരമാവധി പറ്റുകയാണെങ്കിൽ നമ്മൾ നാളോട്ട് വീഡിയോ ഇട്ട് തുടങ്ങും. നമ്മൾ ഒരു പരിധി നമുക്ക് അത് നമ്മുടെ ഓരോ തൊഴിലാണെങ്കിലും നമുക്കത് ചെയ്തു പോകണം. എന്ത് വന്നാലും നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നാലും നമ്മുടെ ജീവിതമാർഗം നമ്മളോട് വശം നോക്കണല്ലോ. എന്ത് ജീവിതമാർഗത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അമ്മ മരിച്ച തൊട്ടടുത്ത ദിവസം വ്ലോഗ് ചെയ്യുന്നതാണോ നിങ്ങൾ ഈ പറഞ്ഞ ജീവിതമാർഗം? എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇവർ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. ഹായ് പറഞ്ഞൊന്നും തുടങ്ങാൻ പറ്റിയ അവസ്ഥയല്ല. നാളെയും മറ്റന്നാളും ഒക്കെ പഴയ പോലെ നോർമലായി നമ്മൾ വീഡിയോ ചെയ്യുമായിരിക്കും. ജീവിതമാർഗമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വീഡിയോ തുടങ്ങുന്നത്. അതായത് ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം ഇനി പറയാൻ പോകുന്നത് അമ്മ മരിച്ചു എന്നുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ എന്തായാലും ആൾക്കാർ ചോദിക്കാമല്ലോ, അമ്മ മരിച്ചിട്ടും വ്ലോഗിംഗ് ആണ് നിങ്ങൾക്ക് വലുതെന്ന്. ആ ചോദ്യം നേരിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. പിന്നെ നിങ്ങളുടെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ സാധാരണ ഒരാൾക്ക് ഇങ്ങനെ അമ്മ മരിച്ച് 2-ാം ദിവസം വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ജീവിതമാർഗം എന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത്. ലോകത്ത് എല്ലാവർക്കും ജീവിത സാഹചര്യമുണ്ട് എന്ന് വെച്ച് അവരാരും അമ്മ മരിച്ച അടുത്ത ദിവസം തന്നെ ജീവിത സാഹചര്യം നോക്കി പോകാറില്ല. എന്തായാലും മാക്കൂടി പറഞ്ഞാട്ടെ. അപ്പോൾ പറഞ്ഞു വന്നല്ല, നമ്മുടെ വീട്ടിൽ വീണ്ടും ഒരു ദുഃഖവാർത്തയാണ് അല്ലേ പറയാനുള്ളത് നമുക്ക്. 2025 ലാസ്റ്റും വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. 2026 ഫസ്റ്റ് മുതലേ സങ്കടങ്ങളാണ്. ഈ സങ്കടങ്ങളൊക്കെ ഇനി നികത്താൻ പറ്റില്ല. ജീവിതത്തിന്റെ 199% സങ്കടമുള്ള കാര്യം. 1% പോലും, 1% ഇല്ല. 199% എന്ന് പറയുന്നത് അച്ഛനമ്മയെല്ലാം വയ്യാതെയായിട്ട് കിടപ്പായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോ അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരില് 1% സത്യം പറഞ്ഞ ഭാഗ്യം. നമ്മൾ അതുകൊണ്ട് നമ്മളൊരു വയസ്സ് പറയണല്ലോ. പറഞ്ഞതല്ല, എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ അച്ഛൻ 2025 ഡിസംബർ 1 മരിച്ചു. അപ്പൊ അമ്മ ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ മരിച്ചു. ശരി, സ്വന്തം അമ്മ മരിച്ച കാര്യം പ്രേക്ഷകരോട് പറയാൻ ഇത്രയും മുഖവരയുടെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 മിനിറ്റ് നേരം മുൻകൂർ ജാമ്യവും മുഖവരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ മരിച്ചു എന്ന് ഇവർ പറയുന്നത്. പ്രേക്ഷകരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അറിയിച്ചാൽ പോരെ. സ്വന്തം അമ്മയുടെ മരണം തന്നെ ഇങ്ങനെ കണ്ടന്റ് ആക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അമ്മയോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അമ്മയോടുണ്ടായ സ്നേഹത്തെയും ബന്ധത്തെയും ഒന്നും ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഈ വ്ളോഗിങ് അതെനിക്ക് എത്ര ആയിട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. അമ്മയും അച്ഛനും ഒക്കെ മരിച്ച് ഇത്രയും വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇനിയും ഇവർ ഒരു അരമണിക്കൂറോളം വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ മകളായ പൊന്നൂസിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. അച്ഛമ്മ മരിച്ച അടുത്ത ദിവസം തന്നെ പേരക്കുട്ടി ചെയ്ത ലിപ് ബാമിന്റെ പ്രൊമോഷൻ വീഡിയോ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. 2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പലയും കാര്യങ്ങൾക്കായിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാം കാര്യം മരിച്ച് ഞാൻ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആരെയും നെൽപ്പാലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കുകളായതുകൊണ്ട് ഞാനായിട്ട് ഇരുന്നത്. അപ്പോൾ എനിക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ളും പൊട്ടി ഡ്രൈ ആയിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആയിട്ട് എനിക്ക് ഡെർമഡോക്കിൻ്റെ ലിപ് ബാം മേടിച്ചു കൊടുന്നു കേട്ടോ. ആഹാ, എജാതി സ്ക്രിപ്റ്റ്. അച്ഛമ്മയുടെ മരണവുമായിട്ട് ലിപ് ബാമിനെ കളക്ട് ചെയ്ത് കണ്ടോ നിങ്ങൾ? എന്റെ അച്ഛമ്മ മരിച്ചു, ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇനി 10 ദിവസത്തേക്ക് എനിക്ക് പായലിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എന്റെ ചുണ്ട് ഡ്രൈ ആയി പൊട്ടിയത്. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിയപ്പോൾ എന്റെ ചേട്ടൻ എനിക്ക് ഡെർമോടെക്കിന്റെ ലിപ് ബാം വാങ്ങിച്ചു തന്നു. വാവ്, ഈ സ്ക്രിപ്റ്റ് എഴുതിയവൻ എന്തായാലും കയ്യടെ അർഹിക്കുന്നുണ്ട്. അച്ഛമ്മയുടെ മരണവുമായി ലിപ് ബാമിനെ ബ്ലെൻഡ് ചെയ്ത രീതി എടുത്തു പറയണം. ഉളുപ്പുണ്ടവർക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. അച്ഛനും അമ്മയും മക്കളും എല്ലാം കണക്ക് തന്നെ. എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് പൊന്നൂസ് ആ പായൽ ഇരിക്കുന്നത് തന്നെ.
എല്ലാം അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പായൽ ഇരുന്നിട്ടാണ് ഇമാതിരി തോന്നിയാസം ചെയ്യുന്നത്. ഇതിനും ഭേദം പൊന്നൂസെ നീ ആ പായൽ ഇരിക്കാത്തതാണ്. ഇതൊരുമാതിരി അച്ചമ്മയെ അപമാനിക്കുന്ന പോലെയാണ്. അച്ചമ്മ മരിച്ചു കിടക്കുമ്പോഴാണ് അവളുടെ ഒരു ലിപ് ബാമിന്റെ പരസ്യം. എല്ലാവരും പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയ സമയമാണത്. ഇതൊക്കെ പിന്നീട് ചെയ്തൂടെ? അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ തന്നെ ആ മരിച്ചു പോയ അച്ചമ്മ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത്? എനിക്ക് ഇവിടുന്ന് എണീക്കാൻ കഴിയൂല, മേക്കപ്പ് ഉണ്ടാക്കാൻ കഴിയൂല, എന്തോന്നടേ നിനക്കൊക്കെ ഇച്ചിരെങ്കിലും ബോധമുണ്ടോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ്. എന്തായാലും ബാക്കി കണ്ടോക്കാം. എന്തായാലും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഡെർമഡോക്കിൻ്റെ ടിൻറ്റിൽ ലിപ് ബാമാണ് കേട്ടോ. ഈ ഒരു ലിപ് ബാം നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലെല്ലാം യൂസ് ചെയ്യാൻ കാരണം ടിൻറ്റ് പ്ലസ് ലിപ് കെയറും കൂടിയാണ്. ഇതിന്റെ ഷെയ്ഡ് ബെറിറ്റിന്റെ ആയതുകൊണ്ട് തന്നെ ലിപ്പിന് നമുക്ക് സൂപ്പർ ഷൈനും കൂടി കിട്ടും. SPF 15 PA++ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടും. ഈ ലിപ് ബാം നമുക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ലൊരു ഗ്ലോയിങ് നമുക്ക് ഫേസിലേക്ക് കിട്ടും. വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അത്രയും നല്ല ഫ്രഷ്നെസ് ലുക്ക് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറമേഡ്, ഹൈഡ്രോട്ടോണിക് ആസിഡ്, നിയാസെറമേഡ്, വിറ്റാമിൻ E ആൻഡ് ഷീ ബട്ടർ ആണ്. നോ ഗ്രീസി ആണ്, സൂപ്പർ സോഫ്റ്റ് ആണ്, നമ്മളെ ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ ലിപ് ബാമിനോട് 2 ഗുണങ്ങളാണ് നമുക്കുള്ളത്. ടിൻറ്റഡും ആണ്, അതേപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും കിട്ടും. ഇത്തരം ഗുണങ്ങൾ ഈ ലിപ് ബാമിന് വെറും 250 അകത്തേ റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ സമ്മർ ടൈം ആണെങ്കിലും വിന്റർ ടൈം ആണെങ്കിലും നമ്മൾ ലിപ്പ് ഡ്രൈ ആണെന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ ഇതിന്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ കണ്ട് ഇതിന്റെ മാറ്റം മനസ്സിലാവും. എന്തായാലും എൻ്റെ ലിപ്പിന്റെ ഡ്രൈനെസ് എല്ലാം മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് പർപ്പിളിൽ കയറി പർച്ചേസ് ചെയ്യാൻ എങ്ങനെയും ചെയ്യാം. വേറെ പ്രത്യേകത കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂരിലെല്ലാം ഒരു 3 അവറിന്റെ ഉള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്തോ. അതെ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്താട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മരണ വീട്ടിൽ ഇരുന്നിട്ടാണ് അവള് ലിപ് ബാമിന്റെ കച്ചവടം. എന്തായാലും ഇതിനുള്ളത് കമന്റ് ബോക്സിൽ തന്നെ പൊന്നൂസിന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മരണ വീട്ടിലിരുന്ന് ഇമാതിരി പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ കാണുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അതിനിടയിൽ പൊന്നൂസിന് അച്ഛനും അമ്മയും അവളെ ന്യായീകരിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ഇറക്കി എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നല്ല കേട്ടോ, നമ്മളെ വീട്ടിലല്ലല്ലോ, നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ തറവാട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലാകുമ്പോഴല്ല നമ്മുടെ ഡെയിലി വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിൽ എടുക്കുകയാണ്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അച്ചോടാ, അമ്മ മരിച്ചതിനേക്കാളും സങ്കടം വീഡിയോ എടുക്കാൻ പറ്റാത്തതിലാണ്. പാവണ്ടില്ലേ, എന്താ ഒരു കമ്മിറ്റ്മെന്റ് നോക്കി നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ വലിയ കണ്ടന്റ് ക്രിയേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഊള ഫാമിലി വ്ളോഗല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിപ്പോ പൂർണ്ണമായി മുടങ്ങിയാലും നന്നായിന്ന് ഞാൻ പറയൂ. ബാക്കി പറഞ്ഞായിട്ട് അപ്പോൾ പറയാൻ പൊന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്, ഒരു ലിപ് ബാമിൻ്റെ ഷോർട്സ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നെഗറ്റീവ് കമൻറ്റുകൾ കുറേ വന്നിട്ടുണ്ട്. ഇതിന് ഭേദം നീ നെൽപ്പായലിരിക്കാണ്ടിരിക്കുന്നത്, നീ എന്താണ് ഇരുന്ന് വീഡിയോ എടുക്കാനാണെങ്കിൽ. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ജോലി ഒരു വശത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾക്ക് അച്ഛമ്മ മരിച്ചു, അത് കഴിഞ്ഞു, പക്ഷെ അത് അവിടെ സമ്മതിച്ചു എന്നുള്ളതാണ് എനിക്കൊരു പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ ചെറിയ എന്താ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടിയാണ് കാർത്തു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി അവളവിടെ ഇരിക്കണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കണുള്ളൂ. വേറെ ഒന്നും ചിന്തിക്കുന്നത് വെച്ചാൽ ശരി. പൊന്നൂസ് ആ പായലിരുന്നത് എന്തോ വലിയ ത്യാഗമായിട്ടാണ് ഇവർ പറയുന്നത്. ഉള്ളത് പറയാലോ, ഇതിന് നല്ലത് പൊന്നൂസ് ആ പായൽ ഇരിക്കാത്തത് തന്നെയായിരുന്നു. മരിച്ചു പോയ ആൾക്ക് വേണ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണം. വെറുതെ കയറി അങ്ങോട്ട് ഇരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം. അച്ചമ്മയ്ക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞ് ആ പായലിരുന്ന് പ്രൊമോഷൻ വീഡിയോ ചെയ്യല്ല വേണ്ടത്. ഇനിയിപ്പോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അച്ചമ്മ ആ സ്ക്രിപ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ട് ചെയ്തുകൂടായിരുന്നു. അതിനുള്ള ബോധം പോലുമില്ല. എന്ത് പറയാനാണ്? എന്നിട്ടിപ്പോ അത് അച്ഛനും അമ്മയും കൂടി മകളെ ന്യായീകരിച്ചുകൊണ്ട് വന്നേക്കും. നല്ല ബെസ്റ്റ് ഫാമിലി. ഇതൊരു മാക്കൂടി ഉണ്ടോക്കാം. ഇന്നത്തെ സ്വന്തം മക്കളെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തില് നല്ലത് വീഡിയോ ഇട്ടാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൊമോഷനാണ് ആ വീഡിയോ എന്ന് ഏത് കണ്ടുപൊട്ടെന്ന് പറയാലോ. 21-ാം തീയതി ചെയ്തു കൊടുക്കേണ്ട പ്രൊമോഷനാണ്. 21-ാം തീയതി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാർത്തൂര് നല്ല പനിയും കപ്പക്കെട്ടേക്കാനും അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. 22-ാം തീയതി ചെയ്യാന്ന് വെച്ചപ്പോഴാണ് അച്ഛമ്മ മരിച്ചത്. 22 കഴിഞ്ഞ് 23 കഴിഞ്ഞു. അപ്പൊ അവര് നമ്മളൊരാളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഈ കമന്റ് ഇട്ട് നിങ്ങളൊരാൾക്ക് കാശ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഇപ്പം പരസ്യം ഞാൻ കൊടുക്കുമ്പോൾ ആ ഉള്ള അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതൊക്കെ സ്വാഭാവികമാണ്, പല അവസ്ഥകൾ വരും. പക്ഷെ നമ്മൾ കൊടുത്ത കാശ് ഉണ്ടെങ്കിൽ നമ്മളൊരാളുകൾക്ക് ഒരു ജോലി ഏൽപ്പിച്ച് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കല്ലേ. അപ്പോൾ പൊന്നുവിനെ അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അടിയന്തരത്തിന് അന്ന് അടിയന്തരാണ് അമ്മ മരിച്ച അന്ന് തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരുന്ന പൊന്നു പിറ്റോസിക്കാക്കി. ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് അത്. നമ്മളത് ഒരു പരസ്യം നമ്മൾ ക്യാൻസർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ല. ഞങ്ങളുടെ തൊഴിൽ അതാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയില്ലേ. സർക്കസിലെ കോമാളികൾ എന്താണെന്ന് എന്തൊക്കെ നടന്നാലും ഞങ്ങൾക്ക് ഈ ചിരിച്ചിരിക്കുക എന്നുള്ളതിനെ പറ്റി വീഡിയോ എടുത്തേ പറ്റൂ. നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പൊട്ടന്മാരാക്കുന്നത്? എന്തോ അന്താരാഷ്ട്ര കരാറിൽ ഒപ്പിട്ട പോലെയാണ് സംസാരം കേട്ടാ തോന്നാം. ഇത് ഞങ്ങളുടെ ജോലിയാണ്. ഒരു കമ്പനി ഞങ്ങളെ പ്രൊമോഷൻ ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. അതിനിപ്പോ ആര് മരിച്ചാലും അതൊന്നും കമ്പനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. എന്തൊക്കെയാണ് ഇവർ ഇരുന്ന് പറയുന്നത്? വീട്ടിലൊരു മരണം നടന്നു, അതുകൊണ്ട് ഒരു ആഴ്ച കഴിഞ്ഞാൽ പ്രൊമോഷൻ
ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്തവരാണ് ഈ ഡേംഡോക്കിന്റെ ആൾക്കാർ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇതിനും വലിയ എത്രയോ കമ്പനികൾ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ യൂളോ ഫാമിലി വ്ളോഗിനേക്കാളും പ്രൊമോഷനേക്കാളും ഒക്കെ 100 ഇരട്ടി ശ്രദ്ധയും കമ്മിറ്റ്മെന്റും കൊടുക്കേണ്ട എത്രയോ ജോലികളുണ്ട് ഇവിടെ. ആ ജോലികളിൽ പോലും വീട്ടിലൊരു മരണം നടന്നു എന്ന് പറഞ്ഞാൽ അവർ ഇളവ് തരും. പിന്നെയും ജോലി നോക്കിയിരിക്കാൻ ആരും നിർബന്ധിക്കില്ല. നമുക്ക് ആവശ്യമുള്ള സമയം അവർ തരും. ഇന്ത്യൻ ആർമിയിൽ വരെ എങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ടാണ് നിങ്ങളുടെ ഈ ഊച്ചാളി ലിബാമ കമ്പനി ഒരു 4 ദിവസം വെയിറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. ഇത് ഞങ്ങളുടെ ജോലിയാണ്, അന്നമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. എന്തോന്നടേ എന്തൊക്കെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? നിങ്ങൾക്ക് പൈസയാണ് വലുതെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നത്? ഇവർ ഇനിയും കുറെ നേരം പറഞ്ഞത് തന്നെ പറഞ്ഞ് പിന്നെയും സ്വയം ന്യായീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ജീവിക്കേണ്ടേ, കുറെ ലോൺ ഉണ്ട്, അതൊക്കെ അടയ്ക്കേണ്ടേ, ഇതാക്കണ്ടേ, അതാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ജീവിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, പൈസ ഉണ്ടാക്കിക്കോ. ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ പൈസ വേണം, അതൊക്കെ സംഭവിച്ച് അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ സ്വന്തം അമ്മ മരിച്ചൊരു 3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പോരായിരുന്നു ഇതൊക്കെ. അത്രയും സമയമെങ്കിലും ഒന്ന് കൊടുത്തൂടെ? സ്വന്തം അമ്മയോട് അത്രയെങ്കിലും റെസ്പെക്ട് കാണിക്കാമല്ലോ. അത്രയും നമ്മൾ പറയുന്നു. അല്ലാതെ നിങ്ങൾ ഇനി ഈ ജന്മത്തിൽ ജോലി ചെയ്യരുത്, വീഡിയോ എടുക്കരുത്, പ്രൊമോഷൻ ചെയ്യരുത് എന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. മരിച്ചു പോയവരോട് ഒരു ഇത്തിരി റെസ്പെക്ട് കാണിക്കുക, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ന്യായീകരണവുമായി വരില്ലല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം.